നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തെ ഒരു കോടതിയാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. കോടതിയിൽ നിങ്ങളുടെ പക്ഷം ന്യായീകരിച്ച് പരസ്പരം വാക്കുകൾ കൊണ്ട് എറിഞ്ഞും കൊടുത്തും നാക്കുകൾ കൊണ്ടടിച്ചും കൈകൾ കൊണ്ടടിച്ചും മറ്റും നമ്മൾ കോടതിയിൽ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. എന്നിട്ട് നമ്മൾ എത്ര പ്രതികരിച്ചാലും ഒരിക്കലും രക്ഷപ്പെടാൻ പോണില്ല, നമ്മൾ വീണ്ടും തോറ്റുപോകും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം ഒരു കുമ്പസാരക്കൂടിൻ്റെ വേദിയാക്കണം. എന്താണ് ആക്കേണ്ടത്? ഒരു കുമ്പസാരക്കൂടിൻ്റെ വേദിയാക്കണം. കുമ്പസാരക്കൂടിൻ്റെ വേദി എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലാക്കുക? നമ്മളിപ്പം പള്ളിയിൽ വന്ന് കുമ്പസാരക്കൂട് കണ്ടിട്ടുണ്ട്, വൈദികൻ്റെ അടുത്ത് കുമ്പസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കുമ്പസാരക്കൂടിൻ്റെ വേദിയാക്കുന്നത്? തങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ അംഗീകരിക്കുന്നു, പരസ്പരം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ സ്വയം തിരുത്താൻ തയ്യാറാകുന്നു. അപ്പോൾ നമ്മുടെ കുടുംബം ഒരു സ്വർഗമായി മാറും, അല്ലെങ്കിൽ ഒരു തിരുക്കുടുംബം, അല്ലെങ്കിൽ സന്തോഷം ആനന്ദത്തിൻ്റെ ഒരു അനുഭവമായി മാറും. എന്താണ് നമ്മൾ കുമ്പസാരക്കൂടാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്നത്, വേദിയാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്നത്? തെറ്റുകൾ നമ്മൾ അംഗീകരിക്കുന്നു. ഒരു പക്ഷേ ജീവിത പങ്കാളിക്കുണ്ടാകുന്ന തെറ്റായിരിക്കും, സഹജീവിത പങ്കാളിക്ക് തെറ്റുണ്ടാവില്ല. പക്ഷേ ഈ തെറ്റെല്ലാ നേരം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ഭയങ്കര തെറ്റാണ്. നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, കുടുംബജീവിതത്തിൽ ഒന്ന് വഴിവിട്ട ജീവിതത്തിലോട്ട് മാറിപ്പോകുമ്പോൾ അറിഞ്ഞ വ്യക്തി ചാടി ആക്രോശിക്കല്ല വേണ്ടത്. തമ്പുരാന് മുൻപിൽ കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ പരസ്പരം പറയുക, ഒന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുക. വീണ്ടും ആദ്യം നിങ്ങൾ കുടുംബജീവിതം തുടങ്ങി ആ സ്നേഹത്തിലേക്ക് വീണ്ടും കടന്നു വരിക. അല്ലെങ്കിൽ ഒരു കല്ലേറ് ദൂരം അകലം വെച്ച് വീണ്ടും തുടർന്ന് പോകരുത്. അങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം പാളിപ്പോവും. പ്രൈസ് ദി ലോർഡ്.